ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രാജസ്ഥാൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി അഭ്യാസം രാഷ്ട്രപതി ഇന്ന് വീക്ഷിക്കും. സാങ്കേതിക വിദ്യ, പരിഷ്കാരങ്ങൾ, സാമ്പത്തിക സഹായം എന്നിവയിലൂടെ വികസിത ഭാരതത്തിലേക്കുള്ള പാതയൊരുക്കുകയാണ് ഈ വർഷത്തെ കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എറണാകുളം ബ്രഹ്മപുരം കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നൽകുന്ന തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അനീഷിന്റെ കുടുംബത്തിന് മുഴുവൻ നഷ്ടപരിഹാരത്തുകയും ഉടൻ നൽകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഐസിസി പുരുഷ ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8-ൽ ഇന്ന് ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രാജസ്ഥാൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള പൊഖ്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി അഭ്യാസം രാഷ്ട്രപതി വീക്ഷിക്കും. രാജ്യത്തെ തദ്ദേശീയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രജന്റിൽ രാഷ്ട്രപതി ഇന്ന് യാത്ര ചെയ്തു. സാങ്കേതിക വിദ്യ, പരിഷ്കാരങ്ങൾ, സാമ്പത്തിക സഹായം എന്നിവയിലൂടെ വികസിത ഭാരതത്തിലേക്കുള്ള പാതയൊരുക്കുകയാണ് ഈ വർഷത്തെ കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായുള്ള സാങ്കേതിക വിദ്യ, പരിഷ്കാരങ്ങൾ, ധനകാര്യം എന്ന വിഷയത്തിൽ നടന്ന ബജറ്റാനന്തര വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യം ഇപ്പോൾ വികസന യാത്രയുടെ സുപ്രധാന ഘട്ടത്തിലാണെന്നും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അതിവേഗം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷങ്ങളിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളുടെ ഫലമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. राष्ट्रीय बजट कोई शॉर्ट टर्म ट्रेडिंग डॉक्यूमेंट नहीं होता, वह एक पॉलिसी रोडमैप होता है. नेशन बिल्डिंग, राष्ट्र निर्माण, यह एक निरंतर प्रक्रिया होती है. हर बजट एक बड़े लक्ष्य की ओर बढ़ने का एक चरण होता है और हमारे सामने वो बड़ा लक्ष्य है 2047 तक विकसित भारत का निर्माण. ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന 8ാം ക്ലാസ്സിലെ NCERT പാഠപുസ്തകം പിൻവലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പുസ്തകത്തിലെ ഇത്തരം പരാമർശങ്ങൾ നിർഭാഗ്യകരമാണെന്നും വിഷയത്തെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം ബ്രഹ്മപുരം കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിച്ചു. മന്ത്രി പി രാജീവ്, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ബ്രഹ്മപുരത്തെ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭൂമിയിലാണ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ദ കേരള സ്റ്റോറി 2 എന്ന സിനിമയുടെ റിലീസ് തടഞ്ഞുകൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് സ്വാഗതം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമപോരാട്ടം നടത്തിയ ഹർജിക്കാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതായും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. NCERT 8ാം ക്ലാസ് പാഠപുസ്തകത്തിലെ കോടതിയെ അവഹേളിക്കുന്ന പരാമർശങ്ങൾക്കെതിരെയുള്ള സുപ്രീം കോടതിയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നതായി മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. NCERTയിൽ സമീപകാലത്തായി നടന്നുവരുന്ന എല്ലാ പാഠപുസ്തക പരിഷ്കരണങ്ങളും ഒരു സ്വതന്ത്ര വിദഗ്ധ സമിതിയെക്കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ വിവിധ മേഖലകളിലെ തൊഴിലാളികളുടെ കഴിവും ഉൽപാദനക്ഷമതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നൽകുന്ന തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം ഇന്ന് വിതരണം ചെയ്യും. തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടി പരിപാടിയുടെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നിർവഹിക്കും. 20 മേഖലകളിലെ തൊഴിലാളികളെയാണ് 2024ലെ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരത്തിന് പരിഗണിച്ചത്. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച 10ാം ബ്ലോക്കിലെ അനീഷിന്റെ മൃതദേഹം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം. സംഭവത്തിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ദുഃഖം രേഖപ്പെടുത്തി. അനീഷിന്റെ കുടുംബത്തിന് മുഴുവൻ നഷ്ടപരിഹാര തുകയും ഉടൻ നൽകുമെന്നും ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ
ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചാണ് മുന്നൊരുക്കം നടത്തുന്നത്. അടുത്ത മാസം 3-നാണ് പൊങ്കാല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ആറ്റുകാൽ പൊങ്കാലയുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി, മന്ത്രിമാർ, ജില്ലാ കളക്ടർ എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ അവലോകന യോഗങ്ങൾ ചേർന്നിരുന്നു. ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കായി 4 സോണുകളിലായി 5855 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ലഹരി വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പും പോലീസും ചേർന്ന പ്രത്യേക പരിശോധനകൾ നടത്തുന്നുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കുന്നതിനായി പ്ലാസ്റ്റിക് ഒഴിവാക്കി ഹരിത പൊങ്കാല കിറ്റ് ശുചിത്വ മിഷൻ നടപ്പാക്കുന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ 8 ഗ്രൂപ്പ് 2 മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. വൈകുന്നേരം 7 മണിക്ക് കൊളംബോയിലെ R. പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ സിംബാബ്വെയെ 72 റൺസിന് പരാജയപ്പെടുത്തി. ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് സമീപം നിർമ്മിക്കുന്ന അയ്യ വൈകുണ്ഠസ്വാമി സ്മാരകത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ KN ബാലഗോപാൽ, V. ശിവൻകുട്ടി, GR അനിൽ എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പേര് ചേർത്തവരുടെ വ്യക്തിവിവരങ്ങൾ സർക്കാർ ചോർത്തിയതായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ വ്യക്തിവിവരങ്ങൾ ചോർത്തി സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറി തിരഞ്ഞെടുപ്പ് ആവശ്യത്തിന് ഉപയോഗിച്ചതായും അദ്ദേഹം ആരോപിച്ചു. വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സൈനിക സേവനത്തിന് ശേഷം വിരമിക്കുന്ന അഗ്നിവീറുകൾക്കും മറ്റു സൈനികർക്കും റെയിൽവേയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യൻ റെയിൽവേയും കരസേനയും തമ്മിൽ ധാരണയായി. ഫ്രെയിംവർക്ക് ഓഫ് കോഓപ്പറേഷൻ എന്ന പേരിലുള്ള ഈ പുതിയ പദ്ധതിയിലൂടെ സൈനികർക്ക് സിവിലിയൻ ജീവിതത്തിലേക്ക് സുഗമമായ മാറ്റം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. വിമുക്ത ഭടന്മാർക്കും അഗ്നിവീറുകൾക്കുമായി ലെവൽ 1, ലെവൽ 2 തസ്തികകളിൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റെഗുലർ നിയമനങ്ങൾ പൂർത്തിയാകുന്നതുവരെ വിമുക്ത ഭടന്മാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാൻ റെയിൽവേ തീരുമാനിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 499 പോയിന്റ് നഷ്ടത്തിൽ 81,750-ലും നിഫ്റ്റി 185 പോയിന്റ് താഴ്ന്ന് 25,311-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 400 രൂപ ഉയർന്ന് 1,18,480 രൂപയും ഗ്രാമിന് 14,810 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ മന്ത്രി വീണ ജോർജ് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തേക്ക് മടങ്ങി. അതേസമയം സംഭവം കേരള റെയിൽവേ പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കും. കോഴിക്കോട് റെയിൽവേ ഇൻസ്പെക്ടർ സുധീർ മനോഹറിന്റെ നേതൃത്വത്തിൽ 6-അംഗ സംഘമാണ് അന്വേഷിക്കുക. സംസ്ഥാനത്ത് IAS തലപ്പത്ത് മാറ്റം. തൃശൂർ ജില്ലാ കളക്ടറായ അർജുൻ പാണ്ഡ്യനെ കാസർഗോഡ് ജില്ലാ കളക്ടറായി സ്ഥലം മാറ്റി നിയമിച്ചു. നിലവിലെ കളക്ടർ K. ഇൻബശേഖരനെ മാറ്റിയ ഒഴിവിലേക്കാണ് നിയമനം. ടൂറിസം ഡയറക്ടറായ ശിഖ സുരേന്ദ്രൻ തൃശൂർ ജില്ലാ കളക്ടറാവും. ഇടുക്കി മൂന്നാറിലെ രാജീവ് ഗാന്ധി നഗറിൽ 10 വയസ്സുകാരന് തെരുവ് നായയുടെ കടിയേറ്റു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ പ്രദേശത്ത് മാത്രം 3 പേർക്കാണ് നായയുടെ കടിയേറ്റത്. ഭിന്നശേഷി കുട്ടികളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അന്തിമമാക്കുന്നതിനായി ബാലാവകാശ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കർത്തവ്യവാഹകരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. കമ്മീഷൻ അംബാസിഡർ ഗോപിനാഥ് മുതുകാട് യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ മികച്ച മാതൃകകൾ പങ്കുവയ്ക്കുന്നതിനും വിദ്യാലയങ്ങളുടെ മികവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കൈറ്റ് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ റിയാലിറ്റി ഷോ കൈറ്റ് ഹരിത വിദ്യാലയം 4.0യുടെ ഗ്രാൻഡ് ഫിനാലെ നാളെ നടക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ രാജസ്ഥാൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി അഭ്യാസം രാഷ്ട്രപതി ഇന്ന് വീക്ഷിക്കും. സാങ്കേതികവിദ്യ, പരിഷ്കാരങ്ങൾ, സാമ്പത്തിക സഹായം എന്നിവയിലൂടെ വികസിത ഭാരതത്തിലേക്കുള്ള പാതയൊരുക്കുകയാണ് ഈ വർഷത്തെ കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എറണാകുളം ബ്രഹ്മപുരം കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നൽകുന്ന തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം മന്ത്രി V. ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അനീഷിന്റെ കുടുംബത്തിന് മുഴുവൻ നഷ്ടപരിഹാര തുകയും ഉടൻ നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8ൽ ഇന്ന് ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.